കൂട്ടുകാരെ, ഇന്ന് ഞാൻ അഷ്ടമി കാണാൻ വന്നിരിക്കുകയാണ്. പിന്നെ ഇത് വൈക്കത്തമ്പലമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നത് ഞാനും അച്ഛനും അമ്മയും ചേച്ചിയും അനിയനും കൂടിയാണ്. ഇവിടെയൊക്കെ നല്ല തിരക്കാണ് കേട്ടോ. എന്നാലും നമുക്ക് ഈ തൊഴാനൊക്കെ പറ്റും. പിന്നെ നമ്മൾ ഒരു 5 മണിയൊക്കെ ആയപ്പോൾ ഇറങ്ങിയതായിരുന്നു. ഇതിപ്പോൾ 6-7 മണിയൊക്കെ ആയി കാണും. അവിടെ ലൈറ്റ് കൊളുത്തിയേക്കണതൊക്കെ കണ്ടോ? ലൈറ്റ് കൊളുത്തിയതല്ല, ആ മുരുകൻ്റെ ഇത്. അപ്പോൾ നമ്മൾ തൊഴുതിട്ട് ഇങ്ങോട്ട് ഇറങ്ങുകയൊക്കെ ചെയ്തിട്ടാണ്. ഇനി നമുക്കിവിടെ കുറച്ച് നേരം നടക്കുകയൊക്കെ ചെയ്യാവേ. നല്ല രസമാണ് ഇവിടെ ഇങ്ങനെ നടക്കാൻ. ആൾക്കാരൊക്കെ ഇതേ മുന്നിൽ പോണതൊക്കെ കാണാൻ പറ്റില്ലേ? ഇവിടെ നല്ല തിരക്കാട്ട. പിന്നെ അതേ മയിലാട്ടം. പിന്നെ അതേ ആ മരം കണ്ടോ? ലൈറ്റൊക്കെ ഇല്ലേ? ദേ അത് ആ മരം. പിന്നെ ഇവിടെ കുറച്ച് തിരക്കാണ് കേട്ടോ. പിന്നെ അതേ എൻ്റെ അനിയനൊക്കെ ഇവിടെ നടപ്പുണ്ട്. അവൻ ചാടിത്തുള്ളി കളിച്ച് നടക്കുവാണ് കേട്ടോ. പിന്നെ അതേ ഒരു കമ്മലിടും. നല്ല ഭംഗിയുള്ള കമ്മലൊക്കെയാണ് ഇവിടെ. നല്ല രസമില്ലേ കാണാൻ? എനിക്കിതെല്ലാം ഇഷ്ടമായി. അമ്മക്കും ചേച്ചിക്കും കുറച്ചിടാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പം ഇതൊക്കെയാണ് കേട്ടോ കമ്മൽ. പിന്നെ കളിപ്പാട്ടക്കട. ഞാനൊരു കളിപ്പാട്ടം വാങ്ങി. കണ്ടില്ലേ? പിന്നെ ഇവിടെ മാലയും വളയും ക്രാബും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയില്ലേ ഇതൊക്കെ കാണാൻ? അതൊക്കെ കണ്ടില്ലേ? മാല, വള, കമ്മൽ, അങ്ങനെ കുറേ കമ്മലൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഞാനും അനിയനൊക്കെ അവിടെ പുറത്തിരിക്കുമായിരുന്നു. പിന്നെ കളിപ്പാട്ടമൊക്കെ ഉണ്ടായിരുന്നു. എനിക്കിതൊക്കെ കണ്ടിട്ട് മൊത്തത്തോടെ വാങ്ങാൻ തോന്നി. അത്ര രസമായിരുന്നു ഇതൊക്കെ. പിന്നെ എൻ്റെ അനിയന് ഒരു കളിപ്പാട്ടം വാങ്ങി കേട്ടോ. ഒരു ഹൈഡ്രജൻ ബലൂൺ, ആനക്കുട്ടീൻ്റെ ആയിരുന്നു കേട്ടോ അത്. പിന്നെ ഇവിടെയൊക്കെ നല്ല തിരക്കാണ്. അവിടെ അമ്മയ്ക്കിഷ്ടമായിട്ട് ഞങ്ങളൊക്കെ ചെടിക്കടയിലൊക്കെ പോയായിരുന്നു കേട്ടോ. പല കളറുള്ള പൂക്കളൊക്കെയാണ് ഇവിടെ. എനിക്ക് അമ്മക്കൊക്കെ കണ്ടിട്ട് കൊതിയായിപ്പോയപ്പോൾ. പിന്നെ ഇവിടെ മൺപാത്രമൊക്കെ ഉണ്ടായിരുന്നു. കണ്ടില്ലേ? കുറേ മൺപാത്രമൊക്കെ ഉണ്ട് ഇവിടെ. നല്ല രസമുണ്ട് ഇതൊക്കെ കാണാൻ. പിന്നെ വൈക്കം സത്യാഗ്രഹ മ്യൂസിയം. പിന്നെ ഇവിടെ അടുത്ത് ബൈക്കൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്. നല്ല രസമാട്ടാ. കാണുമ്പോൾ തന്നെ എനിക്ക് കൊതിയായി. പിന്നെ ഇതിനുള്ളിൽ കയറ്റുന്ന എനിക്കറിയത്. പിന്നെ ഗരുഡ്. നല്ല രസമില്ലേ ഇതൊക്കെ കാണാൻ? കണ്ടില്ലേ? തലയും കൈയും ഒക്കെ ആട്ടി അങ്ങനെ നിൽക്കുവാണ് ഗരുഡൻ. എനിക്കതിനെ കണ്ടപ്പോൾ ആദ്യം പേടിയല്ല, ഇങ്ങനെ നല്ല ക്യൂട്ടായിട്ടൊക്കെ ഉണ്ടായിരുന്നിട്ട് എനിക്കത്. പിന്നെ ഡൈനോസർ. ഞാനതിൻ്റെ അടിയിൽ നടപ്പുണ്ട് കേട്ടോ. ഞാൻ ഡൈനോസറിൻ്റെ തലയൊക്കെ ആട്ടിയിരിക്കണ കണ്ട നല്ല ഭംഗിയാ. പിന്നെ എനിക്ക് തോന്നുന്നു ഇടയ്ക്ക് ഇവരൊക്കെ ഇതൊക്കെ എങ്ങനെ ഉണ്ടാക്കിയെടുക്കും? ഭയങ്കര പണിയല്ലേ? അവതാർ കണ്ടില്ലേ? എനിക്കറിയത്തില്ല കേട്ടോ ഈ അവതാർ എന്താന്ന്. നിങ്ങൾക്കറിയാമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ അച്ഛന്ന് ഭാഗ്യം പരീക്ഷിച്ചായിരുന്നു, പക്ഷെ തോറ്റുപോയി. നമ്മുടെ ഡിനോസറൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. കണ്ടില്ലേ? ഇത് വായൊക്കെ ആട്ടി കയ്യൊക്കെ ആട്ടി അങ്ങനെ നിൽക്കുവാണ് നമ്മുടെ ഡിനോസറൊക്കെ. നല്ല രസമില്ലേ ഇതൊക്കെ കാണാൻ? കണ്ടില്ലേ? വായൊക്കെ തുറന്ന് വന്നത് കണ്ട. പിന്നെ അഷ്ടമി ഫെസ്റ്റാണ് കേട്ടോ കൂട്ടുകാരെ. പിന്നെ ഇവിടെ ലൈറ്റൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊരു പുതിയ യൂട്യൂബ് ചാനലാണ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ എല്ലാവർക്കും ബൈ.